കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമ്മുടെ ഇ-ഗ്രാമസ്വരാജ് പോർട്ടൽ സെക്രട്ടറി, പ്രസിഡന്റ്, അക്കൗണ്ടന്റ്, പ്ലാൻ ക്ലർക്ക് എന്നിവർ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കിയത്. ഇവിടെ ഈ രണ്ടാം ഭാഗത്തിൽ പേയ്മെന്റുകൾ എങ്ങനെ ചെയ്യണമെന്നും എന്തൊക്കെ ഡോക്യുമെന്റുകൾ സൂക്ഷിക്കണമെന്നുമാണ് യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ആദ്യ വീഡിയോ കണ്ട പല തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ വീഡിയോയിൽ അവരുടെ ഇ-ഗ്രാമുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാം വീഡിയോ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇ-ഗ്രാമിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത കാലത്തായി നടന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏവരും ആവശ്യപ്പെട്ടത് നിലവിലെ CFC ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസും ഇ-ഗ്രാം പോർട്ടലിലെ ബാങ്ക് ബാലൻസും തുല്യമാണോ എന്നും, നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് ബാങ്ക് ബുക്ക് ബാലൻസിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താകും എന്നും, CFC ടൈഡ്, അൺടൈഡ് എന്നിവയുടെ ഇ-ഗ്രാമിലെ ലെഡ്ജർ ബാലൻസ് കെ-സ്മാർട്ടിലെ CFC ടൈഡ്, അൺടൈഡ് എന്നിവയുടെ ലെഡ്ജർ ബാലൻസുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും, ഏതെങ്കിലും റെസിപ്റ്റോ പേയ്മെന്റോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ പെൻഡിംഗ് ഉണ്ടോ എന്നുമാണ്. കൂടാതെ ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ഓഫീസ് സൂപ്പർവൈസർമാർക്കും അക്കൗണ്ടന്റുമാർക്കും എങ്ങനെയൊക്കെ പരിശോധിക്കാൻ കഴിയും എന്നതും അവരുടെ സംശയമായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. കൂടാതെ ഇൻസ്പെക്ഷന്റെ ഭാഗമായി പല ജില്ലകളിലും JD ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോ IVOമാരോ പരിശോധനയ്ക്ക് വരുമ്പോൾ അവർക്കും ഇക്കാര്യം ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രണ്ടാം വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുന്ന ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, മറ്റ് ലെഡ്ജർ റിപ്പോർട്ട് പരിശോധനാ വിഷയത്തിൽ തന്നെ ആകാമെന്ന് കരുതി. നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു പഞ്ചായത്തിന്റെ CFC ഫണ്ടിന്റെ 2026 മാർച്ച് 31 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. ഇവിടെ മാർച്ച് 31 ബാങ്ക് ബാലൻസ് 93,86,941 രൂപ 49 പൈസയാണ്. പേയ്മെന്റുകൾ, രസീതുകൾ ഒക്കെ അതത് സമയം തന്നെ ഇ-ഗ്രാമിൽ ചെയ്യുകയും അതേ ദിവസം തന്നെ കെ-സ്മാർട്ടിൽ സെക്രട്ടറി അപ്രൂവ് ചെയ്യുകയും അതേ ദിവസം തന്നെ ബാങ്കിൽ പേയ്മെന്റ്, റെസിപ്റ്റ് എന്നിവ നടക്കുകയും ചെയ്യുന്ന ഒരു തദ്ദേശ സ്ഥാപനത്തിൽ മാത്രമേ സാധാരണ രീതിയിൽ മാർച്ച് 31 ബാങ്ക് ബാലൻസ് തുക ഇ-ഗ്രാമിലെ മാർച്ച് മാസത്തെ ക്യാഷ് ബുക്ക് ബാലൻസുമായി തുല്യമാവുകയുള്ളൂ. അങ്ങനെ ആവാതിരിക്കാനാണ് കാരണങ്ങൾ കൂടുതലുള്ളത്. അതിനാൽ തന്നെ സാധാരണ രീതിയിൽ ഒരിക്കലും ഇങ്ങനെ കൃത്യമായി നടക്കില്ല എന്ന് നമുക്കറിയാം. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല. സംസ്ഥാനത്തെ 99% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവരുടെ മാർച്ച് 31 ബാങ്ക് ബാലൻസ് തുക ഇ-ഗ്രാമിലെ മാർച്ച് മാസത്തെ ക്യാഷ് ബുക്ക് ബാലൻസുമായി തുല്യമായിരിക്കത്തില്ല. അതിന് പലവിധ കാരണങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകാൻ ഇടയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കിവിടെ പരിശോധിക്കാം. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, മാർച്ച് മാസത്തെ പ്രവർത്തികളിൽ നിന്നും ഈടാക്കിയ ടാക്സ് റിക്കവറീസ്, GST ആയാലും ഇൻകം ടാക്സ് ആയാലും മുഴുവൻ 2025-26 സാമ്പത്തിക വർഷം കഴിഞ്ഞയുടൻ CFCക്കായുള്ള ബാങ്കിൽ നിന്നും ഏപ്രിൽ മാസത്തിനകം തന്നെ റിക്കവറികൾ അടച്ചു തീർത്ത പഞ്ചായത്തുകളുടെ അവരുടെ ഇ-ഗ്രാമിൽ റിക്കവറീസിനായി ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് 100% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ 2026 ഏപ്രിൽ 30 ബാങ്ക് ബാലൻസ് തുകയും ഇ-ഗ്രാമിലെ ഏപ്രിൽ മാസത്തെ ക്യാഷ് ബുക്ക് ബാലൻസ് തുകയും തുല്യമാവുക തന്നെ വേണം. ഇല്ല എങ്കിൽ അതിനുള്ള കൃത്യമായ കാരണം ഏപ്രിൽ മാസത്തെ റിക്കൺസിലേഷൻ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസ് എന്ന ഭാഗത്ത് കൃത്യമായി അക്കൗണ്ടന്റുമാർ എൻ്റർ ചെയ്തിട്ടുണ്ടാകണം. അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ അക്കൗണ്ടന്റുമാർ, സെക്രട്ടറിമാർ ഒക്കെ ബാധ്യസ്ഥരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ പരിശോധിക്കാം. ഇവിടെ CFCയുടെ ബാങ്ക് പാസ്ബുക്ക് പ്രകാരം 2026 മാർച്ച് 31 ബാങ്ക് ബാലൻസ് 93,86,941 പൈസയാണ്. നമ്മൾ പരിശോധിച്ചു. പ്രസ്തുത തുക തന്നെയാണോ ഈ പഞ്ചായത്തിന്റെ മാർച്ച് മാസത്തെ ഇ-ഗ്രാമിലെ ക്യാഷ് ബുക്ക് എന്ന് പരിശോധിക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനായി നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞതുപോലെ മേക്കർ ലോഗിനിൽ യൂസർ IDയും പാസ്വേഡും കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്തോ ഈ ഹോം പേജിൽ കാണുന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കാണുന്ന സബ് ടൈറ്റിൽ കാർഡിൽ നിന്ന് റിപ്പോർട്ട് എന്ന കാർഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ കാണുന്ന മെനു ടാബിൽ നിന്നും അക്കൗണ്ടിംഗ് റിപ്പോർട്ട് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ മന്ത്ലി ക്യാഷ് ബുക്ക് എന്ന മെനു സെലക്ട് ചെയ്തോ ലഭിക്കുന്ന സ്ക്രീനിൽ സ്കീം എന്ന റേഡിയോ ബട്ടൺ, മന്ത് വൈസ് എന്ന റേഡിയോ ബട്ടൺ, ഇത് രണ്ടും സെലക്ട് ചെയ്ത് വർഷം 25-26 ശ്രദ്ധിക്കുക. മന്ത് എന്ന ഭാഗത്ത് മാർച്ച് എന്ന് തന്നെ കൊടുക്കണം. സ്കീം എന്നതിന് നേർക്ക് ഈ കാണുന്ന ബോക്സിൽ നിന്നും
15th ഫിനാൻസ് കമ്മീഷൻ, 15th FC ആയതുകൊണ്ട് അതും സെലക്ട് ചെയ്തു. ബാക്കി കാണുന്ന റേഡിയോ ബട്ടണൊക്കെ ഡിഫോൾട്ടായി കാണുന്ന പോലെ തന്നെ കിടന്നിട്ട് അതിലൊന്നും ചെയ്യേണ്ട നിങ്ങൾ. റിപ്പോർട്ടുകൾ PDF ആയിട്ടും Excel ആയിട്ടും ഇവിടെ സെലക്ഷൻ കൊടുക്കുന്ന പോലെ കിട്ടും. ഞാനത് PDF എന്ന് കൊടുത്തു. ഈ ഗെറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തു. ഇത് നോക്കിയേ, ഇതേപോലെ 2026 മാർച്ച് മാസത്തെ ടൈഡ് അൺടൈഡ് ചേർന്നുള്ള കമ്പൈൻഡ് ക്യാഷ് ബുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി 2026 മാർച്ചിലെ ഈ ടൈഡ് അൺടൈഡ് ചേർന്നുള്ള കമ്പൈൻഡ് ക്യാഷ് ബുക്ക് എങ്ങനെ പരിശോധിക്കാം എന്നുകൂടി നോക്കാം. ഇതിന് ഇതേപോലെ 2 ഭാഗങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡ് റെസിപ്റ്റും റൈറ്റ് സൈഡ് പേയ്മെന്റും. ലെഫ്റ്റ് സൈഡ് ഇതേപോലെ മുകളിൽ മാർച്ച് 1 ക്യാഷ് ബുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ കാണാം. ഇവിടെ 1,92,172,172 രൂപയാണുള്ളത്. റൈറ്റ് സൈഡിൽ മാർച്ച് മാസം നടന്ന ഓരോ പേയ്മെന്റും തീയതി അടിസ്ഥാനത്തിലും വൗച്ചർ നമ്പർ അടിസ്ഥാനത്തിലും നമുക്ക് കാണാം. ഞാനിവിടെ ഒരു വൗച്ചർ പരിചയപ്പെടുത്താം. നോക്കൂ, 2/3/26 വൗച്ചർ നമ്പർ 38 പ്രകാരം ഇവിടെ 82,000 രൂപ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പേയ്മെന്റ് നൽകുമ്പോൾ തന്നെ പർട്ടിക്കുലേഴ്സ് എന്ന ഭാഗത്ത് ഇതെവിടെ കണ്ടോ, മുഴക്കം വടക്കേക്കര റോഡ് ടൺ എന്ന പ്രവൃത്തിയുടെ പേര് കൊടുത്തതുകൊണ്ട് ഇത് ഏത് പ്രൊജക്റ്റ് പേയ്മെന്റ് ആണ് എന്ന് ക്യാഷ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പലരും ഇപ്പോൾ റോഡിന്റെ പേരിനിപ്പോൾ ഒരു 10 എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത് ആസ്തി പ്രൊജക്റ്റുകൾക്ക് 90% കഴിച്ച് മിച്ചം 10% ആണല്ലോ നമ്മൾ പേയ്മെന്റ് ലാസ്റ്റ് കൊടുക്കുന്നത്. ആ പേയ്മെന്റ് വൗച്ചർ തിരിച്ചറിയാനുള്ള എളുപ്പത്തിൽ ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ള ഞങ്ങളത് എളുപ്പത്തിന് ചെയ്യും. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിരിക്കുന്നുണ്ടാവും. അതായത് അക്കൗണ്ട്സ് ഇങ്ങനെ കൃത്യമായിട്ട് നരേഷൻ കൊടുത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പരിശോധകർ ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് നാളെ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യും. അതിന് ഞങ്ങളിങ്ങനെ ഐഡിയ പ്രയോഗിക്കുന്നത് മാത്രം കേട്ടോ. നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും സ്വീകരിക്കാം, നോ പ്രോബ്ലം. അത് ഇതിന് തൊട്ട് താഴെയായി ഈ പ്രവൃത്തിയുടെ തന്നെ ടാക്സ് റിക്കവറി വൗച്ചറുകളും നമുക്ക് കാണാം. പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാവുന്നതിന് പർട്ടിക്കുലേഴ്സ് എന്ന ഭാഗത്ത് പ്രവൃത്തിയുടെ പേരും IT, GST, വെൽഫെയർ സെസ് എന്നിവ പ്രത്യേകം വൗച്ചറുകളായി അതിൻ്റെ തുകയും ചേർത്തിട്ടുണ്ട്. ഏത് പ്രവൃത്തിയുടെയും കോൺട്രാക്ടർ അല്ലെങ്കിൽ സപ്ലയർക്ക് അവർക്കുള്ള പേയ്മെൻറ്റ് വൗച്ചർ തയ്യാറാക്കി പേയ്മെൻറ്റ് നടത്തിയാൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ക്രെഡിറ്റഡ് ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കേണ്ട വിധം പ്രത്യേകം പറയാം. ബെനിഫിഷ്യറി പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ക്രെഡിറ്റഡ് ആയാൽ ഉടനെ തന്നെ ആ പ്രവൃത്തിയുടെ IT, GST, വെൽഫെയർ, റിട്ടൻഷൻ എന്നിവയുടെ ഡിഡക്ഷൻ വൗച്ചർ കൂടി ഇഗ്രാമിൽ ചെയ്യേണ്ടതാണ് എന്നുകൂടി ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതായത് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പലരും ഡിഡക്ഷൻ വൗച്ചർ ഇഗ്രാമിൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ ക്യാഷ് ബുക്ക് കണക്കുകൾ ഒരിക്കലും കൃത്യമാവുകയുമില്ല. ഡിഡക്ഷൻ വൗച്ചർ കൂടി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വെറുതെ പേയ്മെൻറ്റ് വൗച്ചർ മാത്രം ചെയ്തപ്പോൾ അതിൻ്റെ ഡിഡക്ഷൻ കൂടി ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഇഗ്രാമിൽ നമ്മൾ ചെയ്യണം. നമ്മൾ ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നോക്കി വരുന്നത് ഇഗ്രാമിൻ്റെ 2026 മാർച്ച് മാസത്തെ ക്യാഷ് ബുക്ക് ആണെന്ന കാര്യവും മാർച്ചിലെ ക്ലോസിംഗ് ബാലൻസ് നോക്കുവാനാണ് പോകുന്നതെന്ന് മറക്കരുത്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇവിടെ കാണാൻ കഴിയും. അതായത് ഓരോ ദിവസത്തെയും ഡേ ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ആ ദിവസത്തെ എല്ലാ വൗച്ചറുകളും കഴിഞ്ഞ് അന്നത്തെ ക്ലോസിംഗ് ബാലൻസ് തുക റൈറ്റ് സൈഡിലുണ്ടാവും. ആ ക്ലോസിംഗ് ബാലൻസ് തൊട്ടടുത്ത ട്രാൻസാക്ഷൻ ഡേയിൽ ഇതേപോലെ ഓപ്പണിംഗ് ബാലൻസ് ആയി വരുന്നതും കാണാം. ഈ ക്യാഷ് ബുക്കിൻ്റെ അവസാനം 31/3/26 ഒരു റെസിപ്റ്റ് വരവ് വെച്ചത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അതായത് ഈ കാണുന്ന 48,786 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലഭിച്ച പലിശയാണ്. കേസ്മാർട്ടിൽ റിക്കൺസിലേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇഗ്രാമിലും എല്ലാ മാസവും 1-ാം തീയതി റിക്കൺസിലേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇഗ്രാമിൽ ബാങ്ക് പലിശ വരവ് വയ്ക്കുന്നത് അതത് മാസത്തെ റിക്കൺസിലേഷൻ ഇഗ്രാമിൽ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അത് കാര്യം അറിയാം. മാർച്ച് മാസത്തെ റിക്കൺസിലേഷൻ ഇഗ്രാമിൽ ഞാൻ ചെയ്തു കഴിഞ്ഞതാണ്. തന്മാസം 42,786 രൂപ ബാങ്ക് അക്കൗണ്ടിൽ പലിശ ലഭിച്ചിരുന്നു. അത് ഇഗ്രാമിൽ റിക്കൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് വരവ് നൽകിയത് കൊണ്ടാണ് ഇവിടെ മാർച്ച് മാസത്തെ ക്യാഷ് ബുക്കിൽ 31/3/26 റെസിപ്റ്റ് സൈഡിൽ ഇതേപോലെ വരവ് എൻട്രി വന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇങ്ങനെ എല്ലാ റെസിപ്റ്റുകളും പേയ്മെന്റും മാർച്ച് മാസത്തെ ക്യാഷ് ബുക്കിൽ നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇവിടെ അവസാന ഭാഗത്ത് ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് കാണാം. എനിക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് 68,74,657 രൂപയാണ്. എന്നാൽ എൻ്റെ ബാങ്ക് പാസ്ബുക്ക് പ്രകാരം 93,86,941 രൂപ 49 പൈസ. അതായത് എൻ്റെ ഇഗ്രാം ബാങ്ക് ബാലൻസ് 68,74,657 രൂപയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം 93,86,941 രൂപ 49 പൈസയുമാണ്. ഈ തമ്മിലുള്ള വ്യത്യാസം 25,12,284 രൂപ 49 പൈസയാണ്. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ബുക്ക് ബാലൻസും ഇഗ്രാം ക്യാഷ് ബുക്ക് ബാലൻസും ചെക്ക് ചെയ്യണം. മിക്കവാറും വ്യത്യാസം ഉണ്ടാകും.
അത് കുറിച്ചെടുത്ത് എന്താണ് ഈ വ്യത്യാസത്തിനുള്ള കാരണം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് പരിശോധകരെ ബോധ്യപ്പെടുത്തും. എനിക്കിവിടെ 25,12,284 രൂപ 49 പൈസയാണല്ലോ വ്യത്യാസം എന്ന് പറഞ്ഞത്. എല്ലാവരും തന്നെ മാർച്ച് മാസത്തെ മന്ത് ബുക്ക്, ഇയർ ബുക്ക് എന്നിവ ക്ലോസ് ചെയ്ത് മാർച്ച് മാസത്തെ റിക്കൺസിലേഷൻ പൂർത്തീകരിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് പാസ്ബുക്കും ഇഗ്രാം ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് തുകയായ ഈ 25,12,284 രൂപ 49 പൈസ എന്താണെന്ന് റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസിൽ രേഖപ്പെടുത്തിയവരായിരിക്കും നമ്മൾ. അത് കൃത്യമായി രേഖപ്പെടുത്തിയവരാണെങ്കിൽ ആ വിവരം എന്താണെന്ന് റിക്കൺസിലേഷൻ മെനുവിൽ പോയി പരിശോധിക്കാം. നമ്മൾ എന്താണ് റിക്കൺസിലേഷനിൽ കൊടുത്തതെന്ന് ഒരുപക്ഷെ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. അതിനായിട്ട് ഈ മേക്കർ ലോഗിനിൽ തന്നെ റിപ്പോർട്ട് കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഈ MAS രജിസ്റ്റർ 8 ഫോംസ് എന്ന മെനുവിൽ മൂന്നാമത് കാണുന്ന മന്ത്ലി റിക്കൺസിലേഷൻ രജിസ്റ്റർ ഫോം 3 ക്ലിക്ക് ചെയ്യുക. വർഷം 25-26 മാസം മാർച്ചും കൊടുത്ത് ഗെറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ ലഭിക്കുന്ന മാർച്ചിലെ നമ്മൾ ചെയ്ത റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ലഭിക്കും. മുകളിൽ എ എന്ന ഭാഗത്ത് മാർച്ച് 31 ക്യാഷ് ബുക്ക് ബാലൻസ് 68,74,657 രൂപ. ഇ എന്ന ഭാഗത്ത് മാർച്ച് 31 ബാങ്ക് ബാലൻസ് ആയ 93,86,941 രൂപ 49 പൈസയും കാണാം. താഴെ ഭാഗത്ത് ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസ് എഴുതി വെച്ചതും കാണാം. എനിക്കിവിടെ CFC അൺഡേഡിൻ്റെ രണ്ടാം ഗഡുവായ 26,16,000 രൂപ ബാങ്ക് ബുക്കിൽ വന്നിട്ടുണ്ട്. അത് ഇഗ്രാം ക്യാഷ് ബുക്കിൽ ഓട്ടോ റിവേഴ്സ് സബ്സിറ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് ഒരു കാരണം. മറ്റൊന്ന് 14 രൂപ 51 പൈസ SMS ചാർജ് ഇനത്തിൽ ബാങ്ക് ഈടാക്കി. ഏപ്രിൽ മാസം ബാങ്ക് പൈസ തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇഗ്രാമിൽ ബാങ്ക് ചാർജ് ബുക്ക് ചെയ്യേണ്ടി വന്നില്ല. നിങ്ങൾ ബാങ്ക് ചാർജ് ബുക്ക് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഇത് ചാർജ് ആയിട്ട് തന്നെ കാണിച്ചു പോവുക. കൂടാതെ വിവിധ പ്രവൃത്തികളുടെ ടാക്സ് റിക്കവറീസിൻ്റെ ചെക്കുകൾ ഞാൻ മാർച്ച് 31 തന്നെ ബാങ്കിൽ നൽകി പേയ്മെൻ്റ് ആയതിനാൽ ബാങ്ക് പാസ്ബുക്കിൽ നിന്നും ടാക്സ് തുക മാർച്ച് മാസം തന്നെ ഡിമിനിഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയുടെ 1,03,741 രൂപയുടെ വിവിധ ഡിഡക്ഷൻ വൗച്ചറുകൾ മാർച്ച് 31 ഇഗ്രാമിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. നമ്മുടെ വർക്കിൻ്റെ കോൺട്രാക്ടർ അല്ലെങ്കിൽ സപ്ലയർ അവരുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇഗ്രാമിൽ ക്രെഡിറ്റഡ് എന്നായാൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ വൗച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ചിലപ്പോൾ 10% കൊടുക്കാനും പറ്റത്തുള്ളൂ. എനിക്കിവിടെ മാർച്ച് 31 ചില പ്രവൃത്തികളുടെ ഇഗ്രാം പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ക്രെഡിറ്റഡ് ആയിരുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം തന്നെ ഡിഡക്ഷൻ വൗച്ചർ ചെയ്യേണ്ട സൗകര്യം ഇഗ്രാമിൽ വന്നിട്ടുമില്ലായിരുന്നു. കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ആയി കാണും. കാരണം മാർച്ച് 31 ഈ ഡിഫറൻസ് എങ്ങനെ ആണ് വന്നത് എന്ന് വിശദമായ റിക്കൺസിലേഷൻ ഡിഫറൻസ് എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇത് എങ്ങനെ പറയണമെന്നല്ല, ഇപ്പോൾ ആരെങ്കിലും വന്നാൽ എങ്ങനെ പറയാൻ കഴിയണമെന്ന് നമുക്കറിയത്തില്ല. വിഷമിക്കേണ്ട, തുകയൊന്നും എവിടെയും പോയിട്ടില്ല. മറ്റൊരു രീതിയിൽ നമുക്ക് ഈ കാര്യം ഉറപ്പിക്കാം. 25-26 വർഷം കഴിഞ്ഞു. ടാക്സ് ഡിഡക്ഷൻ റിക്കവറീസ് അതേപോലെ തന്നെ ആസ്തി വർക്കുകളുടെ 10% ബാലൻസ്ഡ് പേയ്മെൻറ്റ് എന്നിവ ഏപ്രിൽ മാസം എല്ലാവരും ഇഗ്രാം വഴി ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അവരുടെ CFC കണക്ക് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നതിനായി 2026 ഏപ്രിൽ 30 ബാങ്ക് പാസ്ബുക്ക് ബാലൻസും 2026 ഏപ്രിൽ 30 ഇഗ്രാം ക്യാഷ് ബുക്ക് ബാലൻസും കൂടി നിർബന്ധമായിട്ടും പരിശോധിക്കുക. അവിടെ ടാലി ആകണം. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതേ പഞ്ചായത്തിൻ്റെ തന്നെ CFC ഫണ്ടിൻ്റെ 2026 ഏപ്രിൽ 30 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം. നോക്കിവിടെ ഏപ്രിൽ 30 ബാങ്ക് ബാലൻസ് 1,30,77,940 രൂപ 91 പൈസ. ഇതേ തുക തന്നെ ആയിരിക്കണം 2026 ഏപ്രിൽ 30 ഇഗ്രാമിൻ്റെ ക്യാഷ് ബുക്ക് ബാലൻസ്. അതിനായി ഇപ്പോൾ ചെയ്ത പോലെ തന്നെ മേക്കർ ലോഗിനിൽ കയറുക. ഹോം പേജിൽ കാണുന്ന മെനു ക്ലിക്ക് ചെയ്ത് ഈ റിപ്പോർട്ട് എന്ന കാർഡിൽ നിന്നും അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ മന്ത്ലി ക്യാഷ് ബുക്ക് എന്ന മെനു സെലക്ട് ചെയ്തു. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. സ്കീം മന്ത് വൈസ് എന്ന ഈ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു. വർഷം 26-27 കൊടുക്കേണ്ടത്. മന്ത് എന്ന ഭാഗത്ത് ഏപ്രിൽ എന്ന് തന്നെ കൊടുക്കണം. സ്കീം 15th ഫിനാൻസ് കമ്മീഷൻ 15th FC സെലക്ട് ചെയ്തോ. റിപ്പോർട്ട് PDF ആയി കൊടുക്കുന്നത് ഞാൻ PDF എന്ന് കൊടുത്തു. ഈ ഗെറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ 2026 ഏപ്രിൽ മാസത്തെ ടൈഡ് അൺഡേഡ് ചേർന്നുള്ള കമ്പൈൻഡ് ക്യാഷ് ബുക്ക് ലഭിക്കും. 2026 ഏപ്രിലെ ക്യാഷ് ബുക്ക് എങ്ങനെ പരിശോധിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏപ്രിൽ 1 ക്യാഷ് ബുക്ക് ഓപ്പണിംഗ് ബാലൻസ് തുക നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് 68,74,657 രൂപ. OB 2026 മാർച്ച് 31 ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഓവർ ചെയ്തായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നില്ല. വലതുവശത്ത് ഏപ്രിൽ മാസം ഞാൻ ഇഗ്രാമിൽ നടത്തിയ ഓരോ പേയ്മെന്റ് വൗച്ചറും ടാക്സ് റിക്കവറി ഡിഡക്ഷൻ വൗച്ചറുകളും താഴെയായി കാണാൻ കഴിയും. ഈ ക്യാഷ് ബുക്കിന്റെ അവസാനം 22/4/26 ഒരു റെസിപ്റ്റ് വരവ് വെച്ചത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം.
അതായത് ഈ കാണുന്ന 26,16,000 രൂപ 2025-26 CFC അൺഡെയ്ഡ് രണ്ടാം ഗഡു ഓട്ടോ റെസിപ്റ്റായിട്ട് ഇഗ്രാമിൽ വന്നതാണ്. എന്നാൽ ഈ തുക നമ്മുടെയൊക്കെ മാർച്ച് മാസത്തെ ബാങ്ക് ബുക്കിൽ എല്ലാവർക്കും ഓൾറെഡി വന്നിട്ടുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല, ഈ തുകയാണ് മാർച്ച് 31 റിക്കൺസിലിയേഷനിൽ ഡിഫറൻസിൽ വലിയ ഡിഫറൻസ് ആയിട്ട് നമ്മൾ കണ്ടത്. ഈ കാര്യം മനസ്സിലാക്കാണെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ തുക ഇഗ്രാമിൽ വരവ് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും താഴേക്ക് നോക്കാം. ഏപ്രിലെ ക്യാഷ് ബുക്ക് എൻ്റെ എല്ലാ എൻട്രിയും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവസാന ഭാഗത്ത് 30/4/26 ഇവിടെ ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് കാണാം 91,52,971 രൂപയാണ്. എന്നാൽ എൻ്റെ ബാങ്ക് പാസ്ബുക്ക് പ്രകാരം ഏപ്രിൽ 30 ബാലൻസ് എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. നോക്കൂ, ഇവിടെ ഏപ്രിൽ 30 1,30,77,940 രൂപ 91 പൈസയാണ്. അതായത് ഏപ്രിൽ 30 എൻ്റെ ഇഗ്രാം ബാങ്ക് ബാലൻസ് 91,52,971 രൂപ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം 1,30,77,940 രൂപ 91 പൈസ. ഇവ തമ്മിലുള്ള വ്യത്യാസം 30,24,969 രൂപ 91 പൈസ. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഏപ്രിൽ മാസത്തെ ബാങ്ക് ബുക്ക് ബാലൻസും ഇഗ്രാം ക്യാഷ് ബുക്ക് ബാലൻസും ഒന്ന് ചെക്ക് ചെയ്യണം. വ്യത്യാസം തീർച്ചയായും ഉണ്ടാകും. വ്യത്യാസമുള്ള തുക കുറച്ചെടുക്കുക. എന്താണ് അതിനുള്ള കാരണമെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പറഞ്ഞു വരുന്നത്, ഏപ്രിൽ 30 ബാങ്ക് ബുക്ക് ബാലൻസും ഇഗ്രാം ക്യാഷ് ബുക്ക് ബാലൻസും ആർക്കും ഈക്വൽ ആയിരിക്കണമെന്നില്ല. എന്നാൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസ് എന്ന ഭാഗത്ത് എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചാൽ നമുക്കിതൊക്കെ എളുപ്പമാണ്. എനിക്കിവിടെ 39,24,969 രൂപ 91 പൈസയാണ് ഡിഫറൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാർച്ച് മാസത്തെ കാര്യം ചെയ്ത പോലെ തന്നെ ഏപ്രിൽ മാസത്തെ റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസിൽ രേഖപ്പെടുത്തിയത് പരിശോധിക്കാം. അപ്പോൾ ഡിഫറൻസിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ കഴിയും. ഇത് റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ അക്കൗണ്ടന്റുമാരും കൂടി ഇത് എന്താണെന്ന് രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ മേക്കർ ലോഗിനിൽ കയറി റിപ്പോർട്ട് കാർഡിൽ നിന്നും MAS രജിസ്റ്റർ 8 ഫോംസ് എന്ന മെനുവിൽ നിന്ന് മൂന്നാമത് കാണുന്ന മന്ത്ലി റിക്കൺസിലേഷൻ രജിസ്റ്റർ ഫോം 3 ക്ലിക്ക് ചെയ്തു. വർഷം 26-27 മാസം ഏപ്രിൽ കൊടുത്തു, ഗെറ്റ് റിപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഏപ്രിൽ നമ്മൾ ചെയ്ത റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ ലഭിക്കും. മുകളിൽ എ എന്ന ഭാഗത്ത് ഏപ്രിൽ 30 ക്യാഷ് ബുക്ക് ബാലൻസ് 91,52,971 രൂപ കാണാം. ഇ എന്ന ഭാഗത്ത് ഏപ്രിൽ 30 ബാങ്ക് ബാലൻസ് ആയ 1,30,77,940 രൂപ 91 പൈസയും കാണാം. താഴെ ഭാഗത്ത് ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസ് എഴുതി വെച്ചെന്ന് കാണാവുന്നതാണ്. എനിക്കിവിടെ CFC ടൈഡ് 25-26 വർഷം ലഭിക്കേണ്ട രണ്ടാം ഗഡുവായ 39,25,000 രൂപ ബാങ്ക് പാസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അത് ഇഗ്രാം ക്യാഷ് ബുക്കിൽ ഓട്ടോ റിവേഴ്സ് വന്നിട്ടില്ല. ഇത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ടൈഡിൻ്റെ കേസിൽ ഏപ്രിൽ മാസം ഇതേപോലെ തന്നെ ആയിരിക്കും. അതൊരു കാരണമാണ്. മറ്റൊന്ന്, 30 രൂപ 9 പൈസ SMS ചാർജ് ഇനത്തിൽ ബാങ്ക് ഈടാക്കിയിരുന്നു പറഞ്ഞു. മെയ് മാസം ആ പൈസ ബാങ്ക് തിരികെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഗ്രാമിൽ ബാങ്ക് ചാർജ് ബുക്ക് ചെയ്യേണ്ടി വന്നില്ല. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു വ്യത്യാസത്തിന് കാരണം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളും ഇതേപോലെ സമാധാനമായിട്ടിരുന്ന് നിങ്ങളുടെ ഇഗ്രാം ക്യാഷ് ബുക്കും ബാങ്ക് ബാലൻസും ചെക്ക് ചെയ്യുക. ഇനി മെയ് മാസം ടൈഡ് ഫണ്ട് ഇഗ്രാമിൽ ഓട്ടോ റെസിപ്റ്റ് വരികയും മെയ് മാസം ബാങ്ക് ചാർജിൽ പിടിച്ച 30 രൂപ 90 പൈസ തിരികെ ബാങ്ക് തരികയും ചെയ്താൽ മാത്രമേ എൻ്റെ ബാങ്ക് ബാലൻസ് ഇഗ്രാമിലെ ക്യാഷ് ബുക്ക് ബാലൻസും തുല്യമാവുകയുള്ളൂ. ഇതേപോലെ നിങ്ങളുടെയും ഏപ്രിൽ 30 ബാങ്ക് ബുക്ക് ബാലൻസും ഇഗ്രാം ക്യാഷ് ബുക്കും ഒന്ന് പരിശോധിക്കുക. ടൈഡിൻ്റെ രണ്ടാം ഗഡു ഒഴികെ എല്ലാം തുല്യമായി അവിടെ കിട്ടേണ്ടതാണ്. വ്യത്യാസം വന്നാൽ അത് ടൈഡിൻ്റെ രണ്ടാം ഗഡുവിൻ്റെ വ്യത്യാസമായിരിക്കും. ആ റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസിൽ എന്തൊക്കെ പേയ്മെൻറ്റുകളാണ് ബുക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെ റെസിപ്റ്റുകളാണ് വരവിൽ വരാനുള്ളത് എന്ന കാര്യം കൃത്യമായി മെൻഷൻ ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ വയ്ക്കണം. അക്കൗണ്ടന്റുമാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരു ഇൻസ്പെക്ഷൻ ടീം പരിശോധനയ്ക്ക് വന്നാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ അവരെ നമുക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയും. ഭാവിയിൽ നമ്മൾ വന്ന് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ, എന്തായാലും ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് 2026 ജൂലൈ 1 ഞാൻ ജൂൺ 30 ക്ലോസിംഗ് ബാലൻസ് മുകളിൽ ഇഗ്രാമിൽ റിക്കൺസിലേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തെ ക്യാഷ് ബുക്ക്, ജൂൺ മാസത്തെ ബാങ്ക് പാസ്ബുക്ക്, ജൂണിലെ ഇഗ്രാം റിക്കൺസിലേഷൻ എന്നിവയും പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കി ഈ വീഡിയോ നിർത്താം. CFC ഫണ്ടിന്റെ 2026 ജൂൺ 30 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇവിടെ ജൂൺ 30 ബാങ്ക് ബാലൻസ് 1,31,63,888 രൂപയാണുള്ളത്. ഇതേ തുക തന്നെ ആയിരിക്കണം 2026 ജൂൺ 30 ഇഗ്രാം ക്യാഷ് ബുക്ക് ബാലൻസും. അതിനായി ഇപ്പോൾ ചെയ്ത പോലെ തന്നെ മേക്കർ ലോഗിനിൽ കയറുക. റിപ്പോർട്ട് കാർഡിൽ നിന്നും അക്കൗണ്ടിംഗ് റിപ്പോർട്ടിലേക്ക് അവിടെ നിന്ന് മന്ത്ലി ക്യാഷ് ബുക്ക് ക്ലിക്ക് ചെയ്തു. മന്ത് എന്ന ഭാഗത്ത് ജൂൺ എന്ന് കൊടുത്തോ. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. ജൂൺ മാസത്തെ
ക്യാഷ് ബുക്ക് ലഭിച്ചു. അതിലെ പേയ്മെന്റ് റെസിപ്റ്റ് സൈഡിൽ വല്ലതും ഉണ്ടെങ്കിൽ പരിശോധിക്കാം. എനിക്കിവിടെ 30/6/2026 ഒരു വരവ് ഉണ്ട് കണ്ടോ. ഇത് പലിശ ലഭിച്ചത് ഈ ഗ്രാമിൽ വരവ് വെച്ചതാണ്. ജൂണിലെ ക്യാഷ് ബുക്കിൽ എന്റെ എല്ലാ എൻട്രിയും കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഭാഗത്ത് 30/6/2026 ക്ലോസിംഗ് ബാലൻസ് 1,63,63,888 രൂപ. ഇനി എന്റെ ബാങ്ക് പാസ്ബുക്ക് പ്രകാരം ജൂൺ 30 ബാലൻസ് എത്രയായിരുന്നു ഒന്നുകൂടി കാണിക്കാം. നോക്കൂ, ഇവിടെ ഇപ്പൊ ജൂൺ 30 ഈ ഗ്രാമിലെ ക്യാഷ് ബുക്ക് ബാലൻസും CFC ബാങ്കിന്റെ ബാങ്ക് ബുക്ക് ബാലൻസും തുല്യമായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ജൂണിലെ റിക്കൺസിലേഷൻ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് പരിശോധിക്കാം. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മേക്കർ ലോഗിനിൽ കയറി റിപ്പോർട്ട് കാർഡിൽ നിന്നും MAS രജിസ്റ്റർ 8 ഫോംസ് എന്ന മെനുവിൽ നിന്ന് മന്ത്ലി റിക്കൺസിലേഷൻ രജിസ്റ്റർ ഫോം 3 ക്ലിക്ക് ചെയ്തു. മാസം ജൂൺ കൊടുത്തു, റിപ്പോർട്ട് എടുത്തു. നോക്കി, ജൂണിലെ റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷ് ബുക്ക് ബാലൻസും താഴെ ബാങ്ക് പാസ്ബുക്ക് ബാലൻസും രണ്ടും 1,61,63,888 രൂപ തന്നെയായി പൊരുത്തപ്പെടുന്നതായിട്ട് കാണാം. ജൂൺ മാസത്തിൽ ലഭിച്ച ബാങ്ക് പലിശ 85,917 രൂപ അവിടെ റിക്കൺസിലേഷനിൽ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ എമൗണ്ട് ഓഫ് ഡിഫറൻസ് 0 ആയതുകൊണ്ട് ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസിൽ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റിക്കൺസിലേഷൻ ടാലി ആയത് കാണുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ ഇല്ലേ? നമ്മൾ അക്കൗണ്ടന്റുമാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പുതരാം, എല്ലാം കൃത്യമായി ചെയ്ത ഓഫീസാണെങ്കിൽ അവരുടെ ജൂൺ മാസത്തെ റിക്കൺസിലേഷൻ കൂടി കഴിയുമ്പോൾ ബാങ്ക് ബാലൻസ് ഈ ഗ്രാമുമായി തുല്യമാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറൻസ് എന്ന ഭാഗത്ത് വിശദമായി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടതുമാണ്. ബാങ്ക് പാസ്ബുക്ക് ബാലൻസും ഈ ഗ്രാം ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടോ? ഉണ്ടെങ്കിൽ കാരണം എന്താണ്? ഈ ഗ്രാം ക്യാഷ് ബുക്ക് എങ്ങനെ പരിശോധിക്കാം? റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ഡിഫറൻസ് എന്നിവ എങ്ങനെ നോക്കാം? ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യണം? ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുവിധമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് പുതിയ അക്കൗണ്ടന്റുമാരും പുതിയ പ്ലാൻ സീറ്റുകാരും പുതിയ സെക്രട്ടറിമാരൊക്കെ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു ഓഫീസ് ഗ്രൂപ്പുകളിലേക്കും കൊടുക്കുക. ഇത് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യമുള്ള സാധനമാണ്. ഏവർക്കും ഒന്ന് ഉപകരിക്കട്ടെ. ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.